Hello students, today we are going to study Dirichlet's test, which is an application of Abel's lemma. In the last class, we have seen Abel's lemma, which was a preparation for Dirichlet's test. And in the Dirichlet's test, given a decreasing sequence with the limit of the nth term equal to 0, x equal to xn is a decreasing sequence സീരീസിന് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഡിക്രീസിങ് സീക്വൻസ് വിത്ത് its nth term limit equal to 0 with the limit of nth term of sequence xn, limit xn equal to 0. And if the partial sums are denoted by the symbol s, and nth partial sums are denoted by sn, partial sums sn of the series sigma yn. Here the partial sums of the second series are bounded. First we have sequence xn, secondly we have a series sn whose partial sums are bounded. Then the series sigma xn yn is convergent. Then the series sigma xn yn, xn sequence nth term, sigma yn bounded series തന്നിട്ടുണ്ട്, അതിൻ്റെ nth term ആണ് yn, convergent. ഇപ്പോൾ ഒരു സീരീസ് വരുമ്പം നമുക്കതിനെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് പ്രോഡക്റ്റ് ആയിട്ടൊക്കെ കാണാൻ പറ്റും. അങ്ങനെയുള്ള കേസിലാണ് നമുക്കിത് ആവശ്യം വരിക എന്ന് ഓർക്കുക. ഏബൽസ് ലെമ്മ പഠിച്ചപ്പോൾ നമ്മളവിടെ പറഞ്ഞിരുന്ന റിസൾട്ട് സിഗ്മ k ഈക്വൽ ടു n+1 to m ആണ്. അതെന്തിനാണ് n+1 to ഏബൽസ് ലെമ്മ ഡിറിച്ലെറ്റ്സ് ടെസ്റ്റിന് വേണ്ടിയാണ് എഴുതിയതെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞായിരുന്നു. അതെന്തിനാണ് n+1 to m xk yk ആ സം എഴുതിയതിൻ്റെ കാരണം എന്താണ് എന്ന് നമുക്കിപ്പോൾ ഡിറിച്ലെറ്റ്സ് ടെസ്റ്റിൽ മനസ്സിലാവാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രൂഫിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൂഫിലേക്ക് വരുമ്പോൾ xn ഡിക്രീസിങ് സീക്വൻസ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സീക്വൻസ് xn ഈസ് ഡിക്രീസിങ്. ഡിക്രീസിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ xk മൈനസ് xk+1 എഴുതിയാൽ എന്ത് പറയും? xk മൈനസ് xk+1 എന്ന് ഞാൻ എഴുതാൻ കാര്യം നമ്മൾ ഏബൽസ് ലെമ്മയിലെ എക്സ്പ്രഷനിൽ അതുണ്ട്, അതുകൊണ്ടാണ്. xk മൈനസ് xk+1, xk+1 എന്ന് പറഞ്ഞാൽ xk കഴിഞ്ഞ് വരുന്നത്. സീക്വൻസ് ഈസ് ഡിക്രീസിങ്, ദാറ്റ് മീൻസ് ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. xn decreasing, sequence xn decreasing and limit of the nth term 0. Limit xn equal to 0. nth termന്റെ ലിമിറ്റ് 0 ആണ്. ഇനി ഇതിലെ xnകൾ നെഗറ്റീവ് ആകാൻ പറ്റുമോ? നെഗറ്റീവ് ആണെങ്കിൽ എന്ത് പറ്റും? ഡിക്രീസിങ് റിയൽ ലൈനിൽ നമ്മളുടെ സീക്വൻസിന്റെ വാല്യൂസ് ഉണ്ട്. ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഇതൊരു xn ആയിരുന്നു എന്ന് വിചാരിക്കുക. ദിസ് ഇസ് 0. ഇതൊരു xn ആയിരുന്നെങ്കിൽ സീക്വൻസ് ഡിക്രീസിങ് എന്നല്ലേ പറഞ്ഞു. അപ്പോൾ xn+1 എവിടെ വരും? ഇതിന്റെയും പുറകിലേ വരും. xn+2 എവിടെ വരും? അതിന്റെയും പുറകിലേ വരും. പിന്നെ അതിന് 0യിലേക്ക് വരാൻ പറ്റുമോ? അപ്പൊ ഇങ്ങനെ ഒരു പോസിബിലിറ്റിയേ ഇല്ല. ദാറ്റ് മീൻസ് ഓൾ xn's ആർ ടു ദ റൈറ്റ് സൈഡ് ഓഫ് 0. ഇതിന്റെ അർത്ഥം xnകളെല്ലാം സീക്വൻസ് ഡിക്രീസിങ് ആണ് എന്നുള്ളതുകൊണ്ടല്ല, ലിമിറ്റ് 0 ആണ്, nth ടൈമിന്റെ ലിമിറ്റ് 0 ആണ് എന്നുള്ളതുകൊണ്ട് xn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ xn ഡിക്രീസിങ് ആയതുകൊണ്ട് xk മൈനസ് xk+1 ഡിഫറൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. xn decreasing and limit xn equal to 0 means all the times xn greater than or equal to 0. ഈ കാര്യം നോട്ടിൽ അത്ര കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, അത് പെട്ടെന്ന് അറിയാവുന്ന കാര്യമായതുകൊണ്ട് പറയാത്തോളൂ. Then sequence of partial sums sn of sigma yn is bounded. sn sequence of partial sums of sigma yn bounded എന്ന് പറഞ്ഞിട്ടുണ്ട്. ബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും പറയാം, അല്ലെങ്കിൽ മോഡുലസ് ഓഫ് എസ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ പർട്ടിക്കുലർ റിയൽ നമ്പർ, കോൺസ്റ്റന്റ് റിയൽ നമ്പർ. എപ്പോഴും 10 താഴെയാണോ അല്ലെ എപ്പോഴും 100 താഴെയാണോ ഒക്കെ പറയാൻ പറ്റുന്ന 10ഓ 100ഓ പോലെയുള്ള നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാ എസ് എനും ഇങ്ങനെ ഒരു നമ്പറിനേക്കാൾ താഴെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് ബൗണ്ടഡ്നെസ്സിന്റെ അർത്ഥം.
ഇത്രയും കാര്യങ്ങളൊക്കെ തന്നിരിക്കുന്നത് വെച്ച് ഇവിടം വരെ നമുക്ക് തന്നിരിക്കുന്നതാണ്. അത് വെച്ച് നമ്മൾ എഴുതി വെച്ചു എന്നേ ഉള്ളൂ. നോ we prove the convergence of the series using the convergence of the sequence of partial sums of sigma yn. Sequence of partial sums of, we consider sequence of partial sums of sigma x and yn. Sigma x and yn ന്റെ sequence of partial sums ഞാൻ പരിഗണിക്കുകയാണ്. അത് കോഷിയാണ് എന്ന് പ്രൂവ് ചെയ്തുകൊണ്ടാണ്, കോഷി എന്ന് പറഞ്ഞാൽ Sn മൈനസ് Sn modulus less than epsilon എന്ന് അല്ലെ. Less than epsilon means for a very small epsilon. That means the difference between Sn and Sm is very small if m and n are large. അതാണ് സീക്വൻസ് കോഷിയാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുക. സീക്വൻസ് കോഷിയാണ് എന്ന് പ്രൂവ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കോഷിയാണ് എന്ന് പ്രൂവ് ചെയ്തുകൊണ്ടാണ് അതിന് കറസ്പോണ്ടിങ് സീരീസ് കൺവേർജന്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ Sn എഴുതുകയാണെങ്കിൽ അപ്പോൾ Sn എന്ന് പറഞ്ഞത് നമ്മൾ സിഗ്മ yn-ന്റെ പാർഷ്യൽ സംസിനെ ഡിനോട്ട് ചെയ്യാൻ Sn ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സിഗ്മ xn yn-ന്റെ പാർഷ്യൽ സംസിനെ ഡിനോട്ട് ചെയ്യാൻ ഞാൻ Sn ഉപയോഗിക്കുക. അതാണ് നമുക്കൊരു പരിചയം. അതുകൊണ്ട് Sn ഇച്ചിരി വളമൊക്കെ കൊടുത്ത് ഇങ്ങനെ എഴുതിയാൽ സിഗ്മ xn yn-ന്റെ പാർഷ്യൽ സം ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ Sn എന്നായിരിക്കും x1 y1 പ്ലസ് x2 y2 പ്ലസ് എക്സെട്ര പ്ലസ് xn yn. ഈ സീരീസിന്റെ ആദ്യത്തെ n ടൈംസിന്റെ സീരീസിൽ കാണുന്നത് തന്നെ പ്രോഡക്റ്റ് n ടൈംസിന്റെ സം. ഇനി ഞാൻ SM എഴുതുകയാണ്. SM ആദ്യത്തെ m ടൈംസിന്റെ സം. ഇഫ് m greater than n we can write x1 y1 പ്ലസ് m വലുതാണ് n-നേക്കാൾ വലുതാണെങ്കിൽ xn yn കഴിഞ്ഞിട്ടാണ് xn yn പ്ലസ് xn പ്ലസ് 1 xn പ്ലസ് 1 yn പ്ലസ് 1 പ്ലസ് എക്സെട്ര n കഴിഞ്ഞിട്ടായിരുന്നു പ്ലസ് xm ym എന്നാണ് നമുക്ക് എഴുതാൻ പറ്റുക. എന്താ m greater than n ആണെങ്കിൽ. if m greater than n we can write sm like this. Now sm minus sn. sm minus sn sequence of partial sums of sigma xn yn ആകുമ്പോൾ ഈ ചുറ്റിക്കെട്ടുള്ള ഞാൻ അങ്ങ് ഉപയോഗിച്ചു. sm minus sn എന്ന് പറയുന്നത് എന്തായിരിക്കും? sm xn yn കഴിഞ്ഞ് ഇത്രയും ടേംസ് കൂടെ ഉണ്ട്. xn yn വരെയുള്ള ടേംസ് ക്യാൻസൽ ചെയ്ത് പോയി. sm minus sn എന്ന് പറയുന്നത് എന്താ? xn plus 1 yn plus 1 plus എക്സെട്ര പ്ലസ് xm ym എന്നുള്ളതാണ് sn minus sm ഈക്വൽ ടു n plus 1 തുടങ്ങി m വരെ xk yk ആണ്. സിഗ്മ xk yk സെയിം സഫിക്സ് തന്നെ വന്നിരിക്കുന്നത്. എവിടെ നിന്നിട്ടാ? k ഈക്വൽ ടു n plus 1 to m. k ഈക്വൽ ടു n plus 1 to m xk ykക്ക് ഒരു എക്സ്പ്രഷൻ ആണ് നമ്മൾ ഏബൽസ് ലെമ്മയിൽ മുമ്പ് പറഞ്ഞു വെച്ചിരുന്നത്. അപ്പോൾ ഏബൽസ് ലെമ്മയുടെ പ്രാധാന്യം sm മൈനസ് sn-ഉമായിട്ട് സിഗ്മ xn yn-ന്റെ sm മൈനസ് sn-ഉമായിട്ട് അതിനെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ പണി തീർന്നു. നോ ഇനി എന്നാ? മോഡുലസ് ഓഫ് sm മൈനസ് sn ലെസ് ദാൻ എപ്സിലോൺ അല്ലെ. sm മൈനസ് sn ടെൻസ് ടു 0 ലെസ് ദാൻ എപ്സിലോൺ ഫോർ എനി സ്മോൾ എപ്സിലോൺ മീൻസ് ദിസ്. എത്ര ചെറിയ എപ്സിലോൺ തന്നാലും ഇത് എപ്സിലോണിൽ താഴെയാണ്. അപ്പോൾ പോയിന്റ് നോട്ട് 1 തന്നാലും അതിലും താഴെയാണ് എന്ന് പറഞ്ഞാൽ ഈ ഡിഫറൻസ് 0യിലേക്ക് പോവുകയാണ് എന്നാണ് അതിനർത്ഥം. നമ്മൾ കാണിക്കാൻ പോകുന്നത് മോഡുലസ് ഓഫ് sm മൈനസ് sm ടെൻസ് ടു 0 എന്നുള്ളതാണ്. അപ്പോൾ മോഡുലസ് തന്നെ നമുക്ക് എടുക്കാം. ഹിയർ മോഡുലസ് ഓഫ് sm മൈനസ് sn ഇത് സിഗ്മ xn yn-ന്റെ പാർഷ്യൽ സംസ് ആണ്. ഈക്വൽ ടു സിഗ്മ k ഈക്വൽ ടു n plus 1 to m xk yk അതിന്റെ മോഡുലസ് ആണ്. പക്ഷേ ഏബൽസ് ലെമ്മയിൽ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? ദിസ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് സിഗ്മ xk yk ഏബൽസ് ലെമ്മ ഉപയോഗിച്ച് നമ്മൾ മാറ്റി എഴുതുകയാണ്. എങ്ങനെയാണ് ഏബൽസ് ലെമ്മയിൽ എഴുതിയിരിക്കുന്നത്? xm sm രണ്ട് ടൈം നമ്മൾ മാറ്റി നിർത്തിയത് മൈനസ് xn plus 1 sn plus sigma k equal to n plus 1 2 m-ന്റെ ഇവിടെ ഉണ്ട്. അപ്പോൾ m minus 1 പിന്നെ നമ്മൾ എഴുതിയത് xk minus xk plus 1 into അവിടെ
എക്സെന്നുകളെ അങ്ങനെ തന്നെ നിർത്തി. സിഗ്മ yn പാർഷ്യൽ സംസിനെ സാധാരണ എസ് കെ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. എസ് സാധാരണ രീതിയിൽ എഴുതിയാൽ സിഗ്മ yn സം ആയിരുന്നു എന്ന്. എക്സെന്നും വൈനും ടു സീക്വൻസസ്. പാർഷ്യൽ സംസ് ഓഫ് സിഗ്മ yn ആർ ഡിനോട്ടഡ് ബൈ Sn. Then Abel's lemma states that sigma k equal to n plus 1 to m xk equal to modulus 1 കാണുന്ന ഈ എക്സ്പ്രഷൻ ആണ് നമ്മൾ ഒട്ടും പഠിച്ചതേ ഉള്ളൂ. അപ്പോൾ അത് ആ സ്റ്റേറ്റ്മെന്റ് നന്നായിട്ട് ഓർത്തിരിക്കേണ്ടതുണ്ട്. ദിസ് ഈസ് മോഡുലസ് ഓഫ് എ പ്ലസ് ബി ഫോം. ആദ്യം ഇതിനെ ഒന്നിച്ചുണ്ട്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ പ്ലസ് മോഡുലസ് ഓഫ് ബി. മോഡുലസ് ഓഫ് എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ പ്ലസ് മോഡുലസ് ഓഫ് ബി. അപ്പോൾ ഇതിന്റെ മോഡുലസ് പ്ലസ് ഇതിന്റെ മോഡുലസ്, ഇതിനെ ഒറ്റ ടൈം ആയിട്ട് കാണും എന്ന് എഴുതാം. പിന്നെ ഈ കാണുന്നത് മോഡുലസ് ഓഫ് എ മൈനസ് ബി ആണ് ആദ്യം കാണുന്നത്. മോഡുലസ് ഓഫ് എ മൈനസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ പ്ലസ് മോഡുലസ് ഓഫ് ബി എന്ന് നിങ്ങൾക്കറിയാം. ഇനി മോഡുലസിന്റെ ഈ റിസൾട്ട് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ ഈ ഇടയ്ക്കുള്ള സൈൻ ഒന്നും പ്രശ്നമല്ല. നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് എം യൂസിങ് ട്രയാങ്കുലർ ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ മതി. പ്ലസ് ഈ സൈൻ പ്ലസ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം. മോഡുലസ് ഓഫ് എ പ്ലസ് ബിയും മോഡുലസ് ഓഫ് എ മൈനസ് ബിയും ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ പ്ലസ് മോഡുലസ് ഓഫ് ബി ട്രയാങ്കുലർ ഇൻഇക്വാലിറ്റി അതിന്റെ കൊറോളറി ഒക്കെയാണ്. പ്ലസ് മോഡുലസ് ഓഫ് സിഗ്മ കെ ഈക്വൽ ടു എൻ പ്ലസ് 1 to m minus 1 xk minus xk plus 1 xk plus 1 into sk. This is less than or equal to modulus of a into modulus of b less than or equal to modulus of a into b less than or equal to modulus of a into modulus of b. അപ്പോൾ modulus of xm into modulus of sm plus modulus of xn plus 1 into modulus of sm plus sigma k equal to അവിടെ വീണ്ടും ഇത് n ടൈംസ് മോഡുലസ് എ പ്ലസ് ബി പ്ലസ് സിയുടെ മോഡുലസ് ആണ്. മോഡുലസ് ഓഫ് എ പ്ലസ് മോഡുലസ് ഓഫ് ബി പ്ലസ് മോഡുലസ് ഓഫ് സി അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാൻ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ എക്സ് കെ മൈനസ് 1 വീണ്ടും എക്സ് കെ മൈനസ് എക്സ് കെ മൈനസ് 1 xk minus of xk plus 1 modulus into modulus of sk. ഇവിടെ വീണ്ടും നമ്മൾ ഇതിനെ n ടേംസിന്റെ മോഡുലസ് എന്നുള്ള ഉപയോഗിച്ച് സമ്മേഷൻ പുറത്താക്കി. അതുകൂടാതെ മോഡുലസ് ഓഫ് എ ബി മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി അതും ഉപയോഗിച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുന്ന അനുസരിച്ച് എക്സെന്നുകളെല്ലാം ലിമിറ്റ് എക്സെൻ 0 ആണ്, ഡിക്രീസിങ് ആണ്. എക്സെന്നുകളെല്ലാം പോസിറ്റീവ് ആണ്. ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആദ്യത്തെയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്. അപ്പോൾ എക്സം പോസിറ്റീവ് ആണ് എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഇത് എഴുതിയാൽ മതി. ദെൻ മോഡുലസ് ഓഫ് എസ് എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ബൗണ്ടഡ് ആയതുകൊണ്ട് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് മോഡുലസ് ഓഫ് എസ് എൻ എല്ലാം ഒരു ബിയേക്കാൾ ചെറുതാണ്. പ്ലസ് എക്സ് എൻ പ്ലസ് 1 ഇൻറ്റു മോഡുലസ് ഓഫ് എസ് എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ ബി plus sigma k equal to n plus 1 to m minus 1. ഈ എല്ലാ എസ് കെ മോഡുലസിനും പകരം നമുക്ക് എക്സ് കെ മൈനസ് 1 പോസിറ്റീവ് ആണ്, എക്സ് കെ മൈനസ് എക്സ് കെ പ്ലസ് 1 പോസിറ്റീവ് ആണ്, ഡിക്രീസിങ് ആയതുകൊണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അതും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇനി സിഗ്മ വൈ ന്റെ പാർഷ്യൽ സംസ് ആണ് എസ് കെ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അതെല്ലാം ഇവിടെ പല എസ് കെകളായിരിക്കും, പക്ഷെ എല്ലാ എസ് എന്നുകളും ബി യെക്കാളും ചെറുതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എസ് എം എസ് കെ എല്ലാത്തിനും പകരം നമുക്ക് ബി കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ബി എഴുതുമ്പോൾ വലുതാണ് എഴുതിയിരിക്കുന്നത്, അപ്പോൾ ഈ കിടക്കുന്ന സൈഡ് വലുതാണ്. ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് കിട്ടും? ബി നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. എക്സ് എം പ്ലസ് എക്സ് എൻ പ്ലസ് 1 പ്ലസ് ഇത് കെ ഈക്വൽ ടു എൻ പ്ലസ് 1 കൊടുക്കുമ്പോൾ എക്സ് എൻ പ്ലസ് 1 കിട്ടും. കെ ഈക്വൽ ടു എക്സ് കെ പ്ലസ് 1 കൊടുക്കുമ്പോൾ മൈനസ് എക്സ് എൻ പ്ലസ് 2 എന്നാകും. കെ ഈക്വൽ ടു എൻ പ്ലസ് 2 കൊടുക്കുമ്പോൾ എക്സ് എൻ പ്ലസ് 2 മൈനസ് എക്സ് എൻ പ്ലസ് 3 പ്ലസ് എക്സെട്ര. കെ ഈക്വൽ ടു എം മൈനസ് 1 കൊടുക്കുമ്പോൾ എക്സ് എം മൈനസ് 1 അടുത്തത് മൈനസ് എക്സ് എം എന്നാകും. മൈനസ് എക്സ് എം ദാറ്റ് മച്ച് ഇൻറ്റു ബി എന്നാകും. അതിൽ ഒരുപാട് ടേംസ് ക്യാൻസൽ ചെയ്യും, നമുക്കറിയാം. xn plus 2 minus xn plus 2